ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നേ. അപ്പോൾ കുറച്ച് ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ചക്കയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചക്ക സീസൺ ആയാൽ ഞാൻ എപ്പോഴും മമ്മിയോട് പറയും നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കുറച്ച് പഴുത്ത ചക്ക കിട്ടിയപ്പോൾ മമ്മി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ചക്കയുടെ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം, ശർക്കര വേണം, പിന്നെ കുറച്ച് ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതും വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതൊക്കെ കൂടി ചക്ക വരട്ടിയതും അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്യണം. ചക്ക നമ്മൾ നേരത്തെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആവശ്യത്തിന് ചക്ക വരട്ടിയതും അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളിത് ഇടനേലയിലാണ് ഉണ്ടാക്കുന്നത്. ഇടനേല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്, നമ്മുടെ പറമ്പിലുണ്ട്. അപ്പം അവിടെ നിന്ന് കുറച്ച് ഇടനേല ഞങ്ങൾ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലുണ്ടാക്കാമെന്ന് വെച്ചു. നമുക്കിത് വാഴയിലയിലോ അല്ലെങ്കിൽ ഇഡലിത്തട്ടിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എനിക്കിഷ്ടം കുറച്ചുകൂടി ഇടനേലയിൽ ഉണ്ടാക്കുന്നതാണ്. ഇടനേലയ്ക്ക് നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പം അത് കുറച്ചുകൂടെ ഇതിൻ്റെ ടേസ്റ്റിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇടനേലയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പം അപ്പച്ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ കുമ്പിൾ കുത്തി ഈ ബാറ്റർ നമ്മൾ വേവിക്കാൻ വെച്ചു. നന്നായിട്ട് വേവണം, നന്നായിട്ട് ആവിയൊക്കെ കയറി വേവണം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പാത്രം പോയി തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ സ്മെല്ലിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മെല്ല് അടിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളത് വേവിച്ചെടുത്തു. എന്നിട്ട് ഇത് ആറാൻ വെക്കണം. ആറി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നന്നായിട്ട് സെറ്റാവുന്നത്. അപ്പോൾ ഞാൻ തുറന്നു നോക്കി, അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിയിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തു, എല്ലാവരും ടേസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ എന്നാണ് പറഞ്ഞത്. പിന്നെ നോയ്ക്കും കൊടുത്തു. നോയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സാധാരണ നോയ്ക്ക് ഇങ്ങനെ മധുരം കൊടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങനത്തെ സ്നാക്സൊക്കെ കൊടുക്കാറ്. അപ്പം ചക്കയായതുകൊണ്ട് അവന് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അറിയിച്ചതാണ് കേട്ടോ. ഓക്കെ, അവൻ സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.